നമുക്ക് ഒരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാം. അതിന് ഞാൻ 10 വറ്റൽമുളക്, 10 പപ്പടം, കുറച്ച് കുഞ്ഞുള്ളി തൊണ്ട് കളഞ്ഞ് കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കരിവേപ്പില വെളിച്ചെണ്ണയിൽ മൂത്ത് വന്നിട്ട് ആ മുളകിൻ്റെ കൂടെ പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇനി പപ്പടം ഞാൻ കുഞ്ഞതായിട്ട് കീറി വെച്ചിട്ടുണ്ട്, നമുക്കത് കാച്ചിയെടുക്കാം. പപ്പടം നമുക്ക് മൂത്ത് വന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ബാക്കി പപ്പടവും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഉള്ളിയും കൂടി വറുക്കണം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ മൂക്കണം കേട്ടോ. ഈ ചമ്മന്തി 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് ഉപയോഗിക്കാം. പുറത്തേക്ക് ഒക്കെ യാത്ര പോകുന്നവർക്ക് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ മുളകും കരിവേപ്പിലയും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. നല്ലോണം ഒരുവിധം നല്ലോണം ചതയ്ക്കണം കേട്ടോ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റാം. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഉള്ളി ഞാൻ ചൂടായതുകൊണ്ടാണ് കേട്ടോ തവി കൊണ്ട് ഉടയ്ക്കണത്. നമുക്കൊന്ന് ഇനി കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് പപ്പടം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പപ്പടം ഇട്ട് കൊടുത്ത് പപ്പടം പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് ഉള്ളി ചതയ്ക്കുന്നതിൽ നല്ലത് കൈ കൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചൂടൻ ചോറിൻ്റെ കൂടെ പപ്പട ചമ്മന്തിയും കൂട്ടി ചോറിന് നല്ല രസമാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പപ്പടം പൊടിച്ചിട്ട് നമുക്ക് ആ മുളക് പൊടിച്ച് വെച്ചേക്കണം അതിലേക്ക് ചേർക്കാം. ഞാൻ പുളി ചേർക്കണില്ല കേട്ടോ. പുളി ചേർത്താലും നല്ലതായിരിക്കും, പക്ഷെ ഞാൻ പുളി ചേർക്കണില്ല, കാരണം മുളകിന് ഒരുപാട് എരിവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി ചേർക്കണില്ല. പുറത്തേക്കൊക്കെ വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ കഴിക്കാനാണെങ്കിൽ പുളിയൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഉള്ളിയൊക്കെ വറുത്ത വെളിച്ചെണ്ണ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട്